ഹായ് ഗായ്സ്, ഡൽഹിയിലെ CGP പ്രൊട്ടസ്റ്റ് ഇത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെയും ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒരു സൈഡിൽ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഉത്തരമില്ലാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമ്മളുടെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സമരത്തിന് ഖേദമായിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഈ സമരത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീരാമനും ഉമർ ഖാലിദിനും ഒക്കെ എന്താണ് റോള്? കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഫ്രീഡം പാർക്കിനകത്ത് നടന്നൊരു പ്രൊട്ടസ്റ്റിനകത്ത് ഉമർ ഖാലിദിനെ ഫ്രീ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാനറും പ്ലക്കാർഡും ഒക്കെ കാണാനിടയായി. ഉമർ ഖാലിദ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളുടെ ഈ CAA സമര സമയത്ത് ഡൽഹി പോലീസ് UAPA ചുമത്തി അകത്തിട്ട മുതലാണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ ആ ഉമർ ഖാലിദും ഈ നീറ്റ് തമ്മിൽ എന്താണ് ബന്ധം? പിന്നെ തന്നെ ഇവരുടെ കുറേ ആളുകൾ വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഇവരുടെ നേതാക്കളാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പോകുന്നതെന്നും ആരാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്നൊക്കെ. ഇവരുടെ കുറേ ആളുകൾ സ്റ്റേജിൽ കയറിയിട്ട് പറയാണ് ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കില്ല, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരോട് ജയ് ശ്രീറാം വിളിക്കാൻ ആരാ പറഞ്ഞത്? ഈ ശ്രീരാമനും ഉമർ ഖാലിദിനും ഒക്കെ ഈ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റോള്? എന്തിനാണ് അവരെ ഇതിനകത്ത് ഒരു തരത്തിലും കണക്റ്റഡ് അല്ലാത്ത 2-3 ആളുകളെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുകയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശ്രീരാമനെയും പിന്നെ ഈ ഉമർ ഖാലിദിനെയൊക്കെ ഈ നീറ്റ് എക്സാമിൻ്റെ ഈ ഒരു സമരമുഖത്തേക്ക് കൊണ്ടുവരുന്നത്? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.